കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. പുല്ലഴി ചെറിയ പാലത്തിൽ വീണ്ടും കുളവാഴയും ചണ്ടിയും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടു. മാന്നാമംഗലത്ത് മരം വീണ് 2 വീടുകൾ ഭാഗികമായി തകർന്നു. മറ്റത്തൂർ താളൂപ്പാടത്ത് കാട്ടാന ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. പാലപ്പള്ളി നടാമ്പാടത്ത് ഒറ്റയാൻ വനാതിർത്തിയിലെ സുരക്ഷാ ഭിത്തി തകർത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങി. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് ആലത്തൂർ സ്വദേശി നൌഫലാണ് മരിച്ചത്. കുന്നംകുളം പാറമ്പാടത്ത് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ABVP പ്രവർത്തകർ മന്ത്രി ആർ ബിന്ദുവിന്റെ ഇരിഞ്ഞാലക്കുടയിലെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പുതുക്കാട് ചായക്കടയിൽ നിന്ന് കഞ്ചാവ് മിഠായി ഉൾപ്പെടെയുള്ള നിരോധിത ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ പിടിയിൽ. വാർത്തകൾ വിശദമായി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും വടക്കൻ കേരളത്തിന്റെ തീരങ്ങളിൽ ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടതിനാൽ കനത്ത മഴ തുടരുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. കാലവർഷക്കെടുതി, ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ അധ്യക്ഷനായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂരിൽ നിന്ന് വടക്കോട്ടും ഇടുക്കിയിലും തീവ്രമായ മഴ ഇടവിട്ട് പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റും ഉണ്ടാകുമെന്നാണ് പ്രവചനം. സോയിൽ പൈപ്പിംഗ് പോലുള്ള അപകട സാധ്യത കണക്കിലെടുത്ത് മലയോര പ്രദേശങ്ങളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി. റോഡിലെ ഗർത്തങ്ങൾ അടിയന്തരമായി മൂടണം. അപകടകരമായ മരങ്ങൾ മുറിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കർശന നിർദ്ദേശം നൽകി. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിനിടയാക്കുന്ന പ്രവൃത്തി ഉടൻ നിർത്തിവെക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടു. ദേശീയപാത അധികൃതരെ സമൻസ് നൽകി ഹാജരാക്കുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി. മഴ കനത്തതോടെ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. പുല്ലഴി ചെറിയ പാലത്തിൽ വീണ്ടും കുളവാഴയും ചണ്ടിയും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടു. നിറഞ്ഞൊഴുകുന്ന പുല്ലഴി KLDC കനാലിലെ ചെറിയ പാലത്തിന്റെ തൂണുകളിലാണ് വ്യാപകമായി കുളവാഴയും ചണ്ടിയും മറ്റു മാലിന്യങ്ങളും അടിഞ്ഞുകൂടി നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇതോടെ അയ്യന്തോൾ, കുറിഞ്ഞായ്ക്കൽ, ഉദയാനഗർ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ഭീഷണി നിലനിൽക്കുകയാണ്. 1 മാസം മുൻപ് ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ കനാലിലെ കുളവാഴയും ചണ്ടിയും നീക്കിയിരുന്നുവെങ്കിലും മഴവെള്ളത്തിൽ ഒഴുകിയെത്തിയ മാലിന്യങ്ങൾ പാലത്തിന്റെ തൂണിൽ അടിഞ്ഞുകൂടി നീരൊഴുക്ക് വീണ്ടും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അടിയന്തരമായി തടസ്സങ്ങൾ നീക്കിയില്ലെങ്കിൽ കനാൽ ബണ്ട് പൊട്ടി കോൾപ്പാടത്തേക്ക് വെള്ളം മറിയുകയും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യും. അടിയന്തരമായ പ്രശ്നപരിഹാരത്തിന് ഇറിഗേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഡിവിഷൻ കൌൺസിലർ കെ രാമനാഥൻ പറഞ്ഞു. നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കുളവാഴ വന്ന് അടഞ്ഞ പാലത്തിൻ്റെ തൂണുകളിൽ മുട്ടി നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് ചണ്ടി കുളവാഴി മാറ്റിയില്ലെങ്കിൽ ഇത് താഴ്ന്ന പ്രദേശങ്ങളായ അയ്യന്തോൾ തുടങ്ങി ഉദയനഗർ ആ ഭാഗത്തേക്കുള്ള പ്രദേശങ്ങളും മുങ്ങാൻ സാധ്യതയുണ്ട്. ഇതെല്ലാ വർഷമുള്ളൊരു കാര്യമായതുകൊണ്ട് കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ചണ്ടിയും കുളവാഴി നീക്കാനുള്ള നടപടി ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കാത്തതിലുള്ള ചില കുഴപ്പങ്ങളാണ് എന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏനാമാവ് ബണ്ട് പൊട്ടിച്ച് കടലിലേക്ക് വെള്ളം ഒഴുക്കിവിട്ടിരിക്കുന്നതിനാൽ കനാലിൽ നല്ല രീതിയിൽ നീരൊഴുക്കുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം തടസ്സങ്ങളാണ് വെള്ളക്കെട്ടിന് ഇടയാകുന്നത്. TCV ന്യൂസ്, തൃശൂർ. വാടാനപ്പള്ളി MLA വളവ് പരിസരം രൂക്ഷമായ വെള്ളക്കെട്ടിൽ. 12ഓളം വീട്ടുകാരും അങ്കണവാടിയുമാണ് വെള്ളത്തിലായത്. ഇതുമൂലം കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ തീരാ ദുരിതത്തിലായി. വെള്ളം ഒഴുകിപ്പോയിരുന്ന കൽവർട്ടുകൾ മൂടിപ്പോയതാണ് വെള്ളക്കെട്ടിന് കാരണമായി വീട്ടുകാർ പറയുന്നത്. സ്വകാര്യ വ്യക്തികൾ പ്രധാന നീർച്ചാലും കൈത്തോടും കയ്യേറിയതായും ഇവർ ആരോപിച്ചു. പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. കുടിവെള്ള സ്രോതസ്സുകളും മലിനജലം നിറഞ്ഞ് ഉപയോഗശൂന്യമായിരിക്കുകയാണ്. പരമ്പരാഗതമായി വെള്ളം ഒഴുകിയിരുന്ന കൈത്തോടുകളുടെ കയ്യേറ്റം ഒഴിവാക്കി വെള്ളം ഒഴുക്കിക്കളയുന്നതിനുള്ള അടിയന്തര നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. താന്യം, ചാഴൂർ, അന്തിക്കാട് എന്നീ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. ചാഴൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചിറയ്ക്കൽ GLPS സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ക്യാമ്പിന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി ചാഴൂർ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പുള്ള് മനക്കൊടി റോഡ്, പഴുവിൽ കിഴുപ്പള്ളിക്കര റോഡ്, തിരുത്തിക്കാട് റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. കാട്ടൂർ കടവ്, നന്ദി, ചിറയ്ക്കൽ റോഡിലും വെള്ളം കയറി. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്ത് വീടുകൾ വെള്ളക്കെട്ടിലായി. ശക്തമായ കാറ്റിൽ മാന്നാമംഗലത്ത് ചെന്നായ്പാറയിൽ
മരം കടപുഴകി വീണ് 2 വീടുകൾ ഭാഗികമായി തകർന്നു. പനഞ്ചോത്ത് രവീന്ദ്രൻ, വടക്കേപ്പുറത്ത് മോഹനൻ എന്നിവരുടെ വീടുകൾക്ക് മുകളിലേക്കാണ് മരം വീണത്. രവീന്ദ്രന്റെ ഓടുമേഞ്ഞ വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. മോഹനന്റെ വീടിന്റെ ചിമ്മിനിയുടെ ഒരു ഭാഗവും ശുചിമുറിയും തകർന്നു. പുതുരുത്തിയിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. സിംഗ് മാസ്റ്ററുടെ പറമ്പിലെ മാവ് കടപുഴകി വീണാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. വൈദ്യുത തൂണുകളും തകർന്നു. ആർക്കും പരിക്കില്ല. കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. കൊണ്ടാഴി 9-ാം വാർഡിൽ കീഴിലത്ത് വീട്ടിൽ സുനിൽകുമാറിന്റെ വീടാണ് മഴയിൽ തകർന്നത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും ചുമരുകൾ ഭാഗികമായും തകർന്നു. ആർക്കും പരിക്കില്ല. മേൽക്കൂര വീണ് വീടിനുള്ളിലെ സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി കുടക്കുഴി റോഡിൽ മരം കടപുഴകി വീണ് വൈദ്യുതി തൂണുകൾ തകർന്നു. ബംഗ്ലാവ് മനപ്പറമ്പിലെ വലിയ മാവാണ് ശക്തമായ കാറ്റിലും മഴയിലും മറിഞ്ഞു വീണത്. വൈദ്യുതി കമ്പിയിലേക്ക് വീണതിനെ തുടർന്ന് 4 വൈദ്യുതി തൂണുകൾ പൊട്ടിവീണു. കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ, മെമ്പർ CV സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത്. മറ്റത്തൂർ മുരിക്കുങ്ങൽ താളുപാടത്ത് കാട്ടാന ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. താളുപാടം മുണ്ടാടൻ ബാബു, മുണ്ടാടൻ പോൾ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. 250ഓളം വാഴകളും തെങ്ങ്, കവുങ്ങ് എന്നിവയുമാണ് കാട്ടാന നശിപ്പിച്ചത്. വ്യാഴാഴ്ച രാത്രിയാണ് കാട്ടാന ഇറങ്ങിയത്. പതിവായി കാട്ടാനകൾ ഇറങ്ങിയിരുന്ന പ്രദേശത്ത് വനാതിർത്തിയിൽ അധികൃതർ സോളാർ വേലി സ്ഥാപിച്ചതിന് ശേഷം കാട്ടാന ശല്യം കുറവായിരുന്നുവെന്നും കഴിഞ്ഞ 2 ദിവസങ്ങളായി സോളാർ വേലി ശരിയായി പ്രവർത്തിക്കാത്തതാണ് ആന ഇറങ്ങാൻ കാരണമായത് എന്നും പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു. കൃഷിനാശമുണ്ടായ സ്ഥലം വനംവകുപ്പ് അധികൃതരും പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പനും സന്ദർശിച്ചു. അത് മെയിൻ്റനൻസ് ഇപ്പോൾ കുറെ നാളുകളായിട്ട് അത് ആനകൾ വരാത്തതിന്റെ പേരിലൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ ഇത് ഇപ്പോൾ നിലവിൽ സോളാറിന്റെ ഫെൻസിങ്ങിൽ മെയിൻ്റനൻസിന്റെ ഒരു അഭാവം മൂലം ഇപ്പോൾ ഫെൻസിങ് വീണ്ടും തകരാറായിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആനകൾ വരാത്തത് കാരണം തന്നെ ആൾക്കാരിപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ കൃഷിയിലേക്ക് വീണ്ടും സജീവമായി ഇപ്പോൾ പുതിയതായിട്ട് വാഴ വെച്ചൊരു സാഹചര്യത്തിലാണ് വീണ്ടും ഇതുപോലെ ആനകൾ ഈ കൃഷി സ്ഥലത്ത് എത്തുകയും 250ഓളം വാഴകളാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ മുണ്ടാടൻ ബാബുചേട്ടന്റെയും അതുപോലെ തന്നെ പോളേട്ടന്റെ ഒക്കെ വാഴകൾ ഇവിടെ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. പാലപ്പള്ളി നടാമ്പാടത്ത് ഒറ്റയാൻ വനാതിർത്തിയിലെ സുരക്ഷാ ഭിത്തിയും സോളാർ വേലിയും തകർത്ത് ജനവാസ മേഖലയിലെത്തി. നടാമ്പാടം അബ്ദുള്ള പ്ലാവ് ഭാഗത്താണ് ആന വൈദ്യുതി വേലി തകർത്ത് തോട്ടത്തിലേക്ക് കടന്നത്. കമ്പിവേലി ഉറപ്പിച്ച ഇരുമ്പുകാൽ ചവിട്ടി വളച്ച നിലയിലാണ്. ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശത്ത് കാട്ടാന നിലയുറപ്പിച്ചതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കവരമ്പിള്ളി കുന്നിൽ എത്തിയ ഒറ്റയാൻ തിരിച്ചു പോയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ വനംവകുപ്പ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വനമേഖലയോട് ചേർന്നുള്ള പത്താഴപ്പാറ ഭാഗത്തും കാട്ടാനയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നു. ജനവാസ മേഖലയിലേക്ക് കടന്ന ഒറ്റയാൻ പാത്തിക്കിരിച്ചിറ ഭാഗത്ത് എത്തിയിട്ടുണ്ടെന്ന വിവരം പ്രചരിച്ചതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് ആലത്തൂർ സ്വദേശി മൂച്ചിക്കാട് വീട്ടിൽ ഷാഹുൽ ഹമീദിന്റെ മകൻ 25 വയസ്സുള്ള നൌഫലാണ് മരിച്ചത്. ചാലക്കുടി ഭാഗത്തു നിന്നും വന്ന ലോറി ടോൾ ഒഴിവാക്കി പോകുന്നതിനായി ആമ്പല്ലൂർ സെന്ററിൽ നിന്ന് കല്ലൂർ റോഡിലേക്ക് തിരിയുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്നും വന്ന ബൈക്ക് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ നൌഫലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എറണാകുളത്തെ കൊറിയർ സർവീസിലെ ജീവനക്കാരനാണ് നൌഫൽ. വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം. കുന്നംകുളം പാറേമ്പാടത്ത് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികനായ യുവാവ് മരിച്ചു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. പോർക്കുളം കൊങ്ങണൂർ സ്വദേശി കായിൽ വളപ്പിൽ വീട്ടിൽ ഷഫീഖാണ് മരിച്ചത്. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ നിർമ്മാണ കമ്പനിയുടെ ലോറിയും എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന്റെ ശിരസിലൂടെ ലോറി കയറിയിറങ്ങുകയായിരുന്നു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി നെല്ലുവായിൽ കലുങ്ക് പാലത്തിന്റെ സ്ലാബ് തകർന്ന് മരത്തടി കയറ്റുവന്ന ലോറി ചെരിഞ്ഞു. നെല്ലുവായി മുണ്ടംകോട് റോഡിലാണ് അപകടം. മുണ്ടൻകോട്ടിലെ റബ്ബർ തോട്ടത്തിൽ നിന്ന് റബ്ബർ മരത്തടികളുമായി വന്നിരുന്ന ലോറി അമിതഭാരം കയറ്റി വന്നതാണ് കലുങ്ക് പാലം തകരാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇതേ തുടർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മുണ്ടൻകോട് ക്ഷേത്ര കവാടത്തിനും സ്വകാര്യ വ്യക്തിയുടെ മതിലിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്.
അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മത്സ്യത്തൊഴിലാളി മരിച്ചു. തിരുവത്ര ചെങ്കോട്ട നഗറിൽ ചിങ്ങനാത്ത് വീട്ടിൽ 53 വയസ്സുള്ള അബൂബക്കറാണ് മരിച്ചത്. ജൂലൈ 2 പുലർച്ചെ ബൈക്കിൽ പോകുന്നതിനിടെ റോഡിൽ വീണുകിടന്നിരുന്ന തെങ്ങിൽ തട്ടിയായിരുന്നു അപകടം സംഭവിച്ചത്. മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ഇരിഞ്ഞാലക്കുടയിൽ ഓഫീസിലേക്ക് ABVP പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടെ സംഘർഷം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് ABVP പ്രവർത്തകർ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ബോയ്സ് സ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആൽത്തറയ്ക്ക് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പോലീസും പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗം നടന്നു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വീണ്ടും ബാരിക്കേഡ് തള്ളി നീക്കാൻ ശ്രമം നടത്തിയതോടെ പോലീസ് പ്രവർത്തകരെ ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കി. പുതുക്കാട് സെന്ററിലെ ചായക്കടയിൽ നിന്ന് കഞ്ചാവ് മിഠായി ഉൾപ്പെടെയുള്ള നിരോധിത ലഹരി വസ്തുക്കൾ പുതുക്കാട് പോലീസ് പിടികൂടി. കട നടത്തിയിരുന്ന പറപ്പൂക്കര ചാട്ടുപറമ്പിൽ രാജൻ, ലഹരി വിൽപ്പനയ്ക്ക് സഹായിയായി നിന്നിരുന്ന കൊടകര സ്വദേശി കാവുങ്ങൽ സൈജോ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 23 കഞ്ചാവ് മിഠായികൾ, 650 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, 2 ചാക്ക് പാൻ മസാല, 100ഓളം പാക്കറ്റ് വ്യാജ സിഗരറ്റ് എന്നിവ പോലീസ് പിടിച്ചെടുത്തു. രാത്രിയും പകലും പ്രവർത്തിക്കുന്ന ചായക്കടയുടെ മുകളിലുള്ള മുറിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ. കഞ്ചാവ് മിഠായിയും പുകയില ഉൽപ്പന്നങ്ങളും വിദ്യാർത്ഥികൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കാട് SHO V സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. പുതുക്കാട് SI N പ്രദീപ്, സീനിയർ CPOമാരായ അജി, സജീവ്, പ്രശാന്ത്, CPO ശ്രീജിത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് ഗ്രേഡ് SI KK വിശ്വനാഥൻ എന്നിവർ ചേർന്നാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. പുത്തൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന പുത്തൂർ സമാന്തര പാലത്തിന് ഭൂമി വിട്ടു നൽകിയവർക്കുള്ള നഷ്ടപരിഹാര തുക റവന്യൂ മന്ത്രി K രാജൻ വിതരണം ചെയ്തു. 0.09 ഹെക്ടർ ഭൂമിയാണ് സമാന്തര പാലത്തിനായി ഏറ്റെടുക്കുന്നത്. പുത്തൂർ പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം നിർമ്മിക്കേണ്ട ആവശ്യകത അനിവാര്യമായ സാഹചര്യത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചത് എന്ന് മന്ത്രി പറഞ്ഞു. 9,70,00,000 രൂപ ചെലവിൽ പാലം നിർമ്മിക്കുന്നതിനാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. നടത്തറ, കൈനൂർ വില്ലേജുകളിൽ നിന്നും യഥാക്രമം 6.58 സെന്റ്, 10.66 സെന്റ് എന്നിങ്ങനെ ഉൾപ്പെടെ 17.24 സെന്റ് ഭൂമിയാണ് നിർമ്മാണത്തിനായി ഏറ്റെടുത്തിട്ടുള്ളത്. നഷ്ടപരിഹാര തുകയായ 2,44,79,856 രൂപയാണ് ഉടമസ്ഥർക്ക് വിതരണം ചെയ്തത്. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ പെരുന്തോട്, വലിയതോട് ജനകീയ ശുചീകരണത്തിന് തുടക്കം കുറിച്ചു. ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ചേർന്നാണ് പെരുന്തോട്, വലിയതോട് ശുചീകരിക്കുന്നത്. മതിലകത്തെ പെരുന്തോട്ടിലിറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത ET ടൈസൺ MLA ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, ഇറിഗേഷൻ വകുപ്പ് AXC രാജേഷ്, KP ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 14.7 കിലോമീറ്റർ റോഡിൻ്റെ വ്യാപ്തി ഈ സന്നദ്ധരായ കുറേ ആളുകൾ ഉൾപ്പെടുന്ന തയ്യാറാക്കി ക്ലീനാക്കിയത്. കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിൻ്റെ ഭാഗമായിരുന്നു. അത് ഈ ശുദ്ധജല സ്രോതസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ ജനകീയ വിപ്ലവമായിട്ട് തന്നെയാണ് നമ്മൾ ശുദ്ധജല തടാകത്തെ അന്ന് സംരക്ഷിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തത്. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PA ഇസ്ഹാഖ്, PK സുകന്യ, സെക്രട്ടറി
ജെ ഗിരിജ, അസിസ്റ്റന്റ് സെക്രട്ടറി PS രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നടപ്പാക്കിയ പരിപാടിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മൂല്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, കേരളം ശുചിത്വ കാര്യത്തിൽ ഏറ്റവും മുന്നോട്ട് പോയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഇക്കാര്യം നിർവഹിക്കപ്പെടുന്ന ആളുകളെക്കാൾ കൂടുതൽ പുറത്താണ് ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചിരുന്നത്. തോടുകളും അതുപോലെ തന്നെ നമ്മുടെ കടലിൻ്റെ പ്രദേശത്തും അതുപോലെ ഒറ്റപ്പെട്ട പറപ്പൂക്കര പഞ്ചായത്ത് കാർഷിക കർമ്മസേന അഗ്രികൾച്ചറൽ ടെക്നീഷ്യന്മാർക്ക് മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പരിശീലനം നൽകി. 9 ദിവസം നീണ്ട പരിശീലനത്തിൽ പറപ്പൂക്കര കാർഷിക കർമ്മസേനയിൽ നിന്നുള്ള 7 പേരാണ് പങ്കെടുത്തത്. പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർമാരായ ഡോക്ടർ സുമ, ഡോക്ടർ പ്രേമൻ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. പറപ്പൂക്കര കൃഷി ഓഫീസർ അമൃത നിഷാന്ത്, കാർഷിക കർമ്മസേന പ്രസിഡന്റ് K സുധാകരൻ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള പുരസ്കാരം പരിയാരം സർവീസ് സഹകരണ ബാങ്കിന് ലഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ കേരള ബാങ്കിന്റെ എക്സലൻസ് അവാർഡും ബാങ്കിന് ലഭിച്ചു. സൂപ്പർ ഗ്രേഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിൽ A ഗ്രേഡുമുണ്ട്. പ്രസിഡന്റ് KJ ഉറുമീസ്, ജോഷി പടിഞ്ഞാക്കര, പ്രിൻസ് മുണ്ടൻമാണി, സെക്രട്ടറി MV ഡെന്നി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അതിഥി തൊഴിലാളിയെ അപകടത്തിലും കൈവിടാതെ മൈഗ്രേറ്റേഴ്സ് വർക്കേഴ്സ് തൊഴിലാളി യൂണിയൻ AITUCയുടെ ചികിത്സയുടെ എല്ലാ ഘട്ടത്തിലും താങ്ങും തണലുമായാണ് യൂണിയൻ മാതൃകയായത്. ബംഗാൾ സ്വദേശി 49 വയസ്സുള്ള ഗോവിന്ദന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന അപകടം നടന്നത് ജൂലൈ 3-നായിരുന്നു. തൊഴിൽ സ്ഥലത്തേക്കുള്ള യാത്രയിൽ പുതുക്കുളങ്ങരയിൽ വെച്ച ടോറസ് ലോറി ഗോവിന്ദിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ റോഡിൽ കിടന്ന ഗോവിന്ദനെ മൈഗ്രേറ്റേഴ്സ് വർക്കേഴ്സ് തൊഴിലാളി യൂണിയൻ AITUC ഇടപെട്ട് ആദ്യം ജില്ലാ ആശുപത്രിയിലും പിന്നീട് മുളങ്ങുന്നത്തക്കാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. തലയോട്ടി തുറന്ന ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ അടുത്ത ബന്ധു ഉണ്ടാകണമെന്ന ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ഗോവിന്ദന്റെ സഹോദരൻ ഉത്തമനെ യൂണിയന്റെ നേതൃത്വത്തിൽ യാത്രാ ചിലവെടുത്ത വിമാനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് ചികിത്സയുടെ എല്ലാ ഘട്ടത്തിലും യൂണിയൻ ജില്ലാ സെക്രട്ടറി അഷ്റഫ് വലിയകത്തിന്റെ നേതൃത്വത്തിൽ ഇടപെടൽ നടത്തി. സാമ്പത്തിക സഹായം ഉൾപ്പെടെ ചെയ്തു. തുടർന്നുള്ള ചികിത്സയായിട്ട് നാട്ടിലേക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഗോവിന്ദനെ നമ്മൾ നാട്ടിലേക്ക് പറഞ്ഞയക്കാം. ഇപ്പോഴും ആളെ നില ക്ലിയർ അല്ല. ഡോക്ടർ പറഞ്ഞത് ഫ്ലൈറ്റിന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ്. ഫ്ലൈറ്റിൻ്റെ ആ സൗണ്ട് ഗോവിന്ദനക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് AC കോച്ചിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഗോവിന്ദൻ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. ഗുരുതരാവസ്ഥ തരണം ചെയ്ത ഗോവിന്ദ് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. 6 മാസം വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനാലും തുടർ ചികിത്സയ്ക്കുമായി വ്യാഴാഴ്ച രാത്രി ട്രെയിനിൽ സ്വദേശമായ ബംഗാളിലേക്ക് സഹോദരനൊപ്പം ഗോവിന്ദനെ യൂണിയൻ അംഗങ്ങൾ യാത്രയാക്കി. TCV ന്യൂസ്, അന്തിക്കാട്. അവണിശ്ശേരി പഞ്ചായത്ത് കൃഷിഭവന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ നാട്ടിക നിയോജകമണ്ഡലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ചതായി CC മുകുന്ദൻ MLA അറിയിച്ചു. വർഷങ്ങൾ പഴക്കമുള്ള നിലവിലെ കൃഷിഭവൻ കെട്ടിടം ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപേ ഒഴിഞ്ഞ് പഞ്ചായത്തിന്റെ വ്യവസായ കെട്ടിടത്തിലാണ് കൃഷിഭവൻ പ്രവർത്തിച്ചു വരുന്നത്. അവണിശ്ശേരിയിലെ നിലവിലെ ശോചനീയാവസ്ഥയിലുള്ള കൃഷിഭവൻ കെട്ടിടം MLA സന്ദർശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ, പഞ്ചായത്ത് അംഗം KA പ്രദീപ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ലിഷ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ധന്യ എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ചാഴൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക സഭ ആലപ്പാട് സഹകരണ സംഘം ഹാളിൽ നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അമൃത C രാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി, പഞ്ചായത്ത് അംഗം KV ഇന്ദുലാൽ തുടങ്ങിയവർ സംസാരിച്ചു. റോഡ് നിർമ്മാണത്തെ തുടർന്ന് വീട് അപകടാവസ്ഥയിലായതിന്റെ ഭീതിയിലാണ് 74-കാരിയായ ലക്ഷ്മിയമ്മ. തെക്കുംകര പഞ്ചായത്തിലെ പുന്നംപറമ്പ് മലാക്ക ചെന്നിക്കര റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ലക്ഷ്മിയമ്മയുടെ വീട് അപകടാവസ്ഥയിലായത്. 13 വർഷം മുൻപാണ് മണലിത്തറ മുതിരക്കാൻ പറമ്പിൽ ലക്ഷ്മി മണലിത്തറ മലാക്ക റോഡരികിൽ വീട് വാങ്ങിയത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി 7 മാസം മുൻപ് ലക്ഷ്മിയുടെ വീടിന്റെ മുൻവശം പൊളിച്ചു മാറ്റിയിരുന്നു. ഇതേ തുടർന്ന് വീടിന്റെ തറ ദുർബലമായതോടെ വീട് അപകടാവസ്ഥയിലായി. താഴെ തറയുടെ വശം ഏതാനും മീറ്റർ മാത്രം വരുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്തു തരണമെന്നും അല്ലാത്തപക്ഷം മഴ പെയ്താൽ വെള്ളം താഴേക്കിറങ്ങി
വീട് പൂർണ്ണമായും വീഴുമെന്ന അവസ്ഥയാകുമെന്നും ചൂണ്ടിക്കാട്ടി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർ, കരാറുകാരൻ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. പൊളിച്ച് നേരെയാക്കി തരണം, എനിക്ക് ഇതിന്റെ തറ കെട്ടി തരണം എന്ന് പറഞ്ഞു. കോൺക്രീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ എനിക്ക് ചെയ്തു തന്നിട്ടില്ല. പ്രസിഡന്റിനോട് പറഞ്ഞു, മെമ്പറോട് പറഞ്ഞു. പ്രസിഡന്റ് പറയണത് എന്താന്ന് ചോദിച്ചാൽ ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് നേരെയാക്കി തരാമെന്നും പറഞ്ഞു. ഇതേവരേക്ക് നേരെയാക്കി തന്നിട്ടില്ല. മഴ തുടങ്ങിയതോടെ വെള്ളം തറയിലേക്ക് ഇറങ്ങാതിരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് പണിക്ക് പോയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ലക്ഷ്മിയമ്മ ഏത് നിമിഷവും വീട് തകർന്നു വീഴും എന്ന ഭീതിയിലാണ്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തി മാതൃകയാവുകയാണ് മൂലംകുടം SNVUP സ്കൂളിലെ PTA കമ്മിറ്റി. കഴിഞ്ഞ അധ്യയന വർഷത്തിലും ഇവിടുത്തെ കുട്ടികൾക്ക് സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. സുമനസുകളുടെ സഹായത്തോടെ PTA ഇത് നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയുടെ ബോണ്ട് കൈമാറ്റം PTA പ്രസിഡന്റ് MA അനീഷ് പ്രധാനാധ്യാപിക P പ്രീതയ്ക്ക് കൈമാറി നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ വായനാവാര പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച് നിർമ്മിച്ച സർഗവസന്തം എന്ന പേരിലുള്ള മാഗസിൻ എഴുത്തുകാരിയും അധ്യാപികയുമായ രാജ്കുമാരി വിനോദ് പ്രകാശനം ചെയ്തു. MPTA അംഗം ആതിര രതീഷ്, സീനിയർ അധ്യാപിക CR സിനി, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ TR റെജി തുടങ്ങിയവർ സംസാരിച്ചു. മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം KPCC സെക്രട്ടറി A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ്, DCC ജനറൽ സെക്രട്ടറിമാരായ VA അബ്ദുൽ കരീം, AA അഷ്റഫ്, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. അതിരപ്പള്ളി എലിഞ്ഞിപ്ര റോഡിന് ഇനിയും ശാപമോക്ഷമായില്ല. 2 ആഴ്ച മുൻപ് അടച്ച കുഴികൾ വീണ്ടും പഴയ അവസ്ഥയിലായി. നായരങ്ങാടി ജംഗ്ഷന് സമീപത്തെ മരണക്കുഴികളിൽ നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. സംസാരശേഷിയില്ലാത്ത മോട്ടോർ സൈക്കിൾ മെക്കാനിക് ടോമി കുന്നത്തൂർ തനിക്കുണ്ടായ അപകടം ആംഗ്യഭാഷയിലൂടെ TCVയോട് വിവരിച്ചു നൽകി. അതിരപ്പള്ളിയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്കുള്ള റോഡ് കൂടിയാണിത്. ചീറിപ്പാഞ്ഞു വരുന്ന യുവാക്കളുടെ ബൈക്കുകൾ കുഴിയിൽപ്പെട്ട് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പൊതുമരാമത്ത് വകുപ്പ് കുഴികൾ അടയ്ക്കാൻ തയ്യാറാകാത്തത് നാട്ടുകാരോട് കാട്ടുന്ന ക്രൂരതയാണെന്ന് പൊതുപ്രവർത്തകനായ ഗബ്രി കിഴക്കൂടൻ പറഞ്ഞു. എലിഞ്ഞിപ്ര ജംഗ്ഷൻ മുതൽ വടക്കേ കുരിശ് വരെ, പരിയാരം കുരിശ് ജംഗ്ഷൻ വരെ പൊട്ടിപ്പൊളിഞ്ഞ് വിണ്ട് കയറി ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്തത്. ഇത് കാണാനൊന്നും ഒരാളില്ലേ. എലിഞ്ഞിപ്ര, പരിയാരം, കുരിശ് ജംഗ്ഷൻ വരെ ചെറുതും വലുതുമായ നിരവധി കുഴികളാണ് ഉള്ളത്. യാത്രക്കാർ അപകടത്തിൽപ്പെടാതിരിക്കാൻ നാട്ടുകാരായ മൂഞ്ഞേലി ബെന്നി, ജോഷി കരിപ്പായി, ജോസ് എന്നിവരെല്ലാം ചേർന്ന് നിലവിൽ വെള്ളക്കെട്ടിൽ വാഴത്തൈ നട്ട് പ്രതിരോധം തീർത്തിരിക്കുകയാണ്. ആരെ കംപ്ലൈന്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരാണ് ഇതിന് ഉത്തരവാദി, നോക്കി. ഇവിടെ മാത്രമല്ല, കുഴികളൊക്കെ നമ്മുടെ കാണാം. കണ്ടോ, അത് ഇങ്ങനെ ഇതായിട്ട് എടുത്ത് നോക്കിയതിലേക്ക് എല്ലാ കുഴികളായി കാണുന്നത്. TCV ചാലക്കുടി. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് ഹരികേശവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊമ്പൻ പടിഞ്ഞാറേ മഠം ശങ്കരനെ ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് ഹരികേശവൻ നമ്പൂതിരി ആദ്യ ഉരുള നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി സെക്രട്ടറി മനോജ് കുമാർ, ദേവസ്വം ഓഫീസർ രാജ്കുമാർ, ഊരകം അമ്മ തിരുവടി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് VG ഉഷ, സെക്രട്ടറി AK സതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മദ്രസ അധ്യാപകർക്കുള്ള വീടുകളുടെ കട്ടിള വയ്ക്കൽ കർമ്മത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചെറുതുരുത്തി താഴപ്രയിൽ നടന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികത്തിന്റെ ഭാഗമായാണ് മദ്രസ അധ്യാപകർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അലി ബാഫഖി തങ്ങൾ കട്ടിളവയ്ക്കൽ നിർവഹിച്ചു. സമസ്ത തൃശൂർ ജില്ലാ അധ്യക്ഷൻ താഴപ്ര മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി സഅദി, ജനറൽ സെക്രട്ടറി SMK തങ്ങൾ, അൽ മുഖൈബലി ദേശമംഗലം, സെയ്ദലവി സഖാഫി പിലാപ്പുള്ളി തുടങ്ങിയവർ പങ്കെടുത്തു.
കടങ്ങോട് മല്ലൻകുഴിയിലേക്ക് മഴയാത്ര നടത്തി ഇടം സാംസ്കാരിക വേദി അംഗങ്ങൾ. മഴക്കാല വിനോദ കേന്ദ്രമായ മല്ലൻകുഴി നീർച്ചോലയെ പ്രകൃതി വിനോദസഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം. കടങ്ങോട് വനാതിർത്തിയിലൂടെ ഒഴുകുന്ന നീർച്ചോലയാണ് മല്ലൻകുഴി. വനദേവനായ മല്ലന്റെ കാൽപാദം പതിഞ്ഞ് കുഴിയുണ്ടായ പ്രദേശമായതിനാലാണ് മല്ലൻകുഴി എന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം. നീർച്ചോലയ്ക്ക് സമീപം മല്ലൻകാവ് സ്ഥിതി ചെയ്യുന്നുണ്ട്. മഴക്കാലമായാൽ തെളിനീരുമായി നിറഞ്ഞൊഴുകുന്ന മല്ലൻകുഴി പ്രകൃതി സ്നേഹികളുടെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ആഴം കുറഞ്ഞ ജലാശയങ്ങളും അപകട സാധ്യത കുറവുള്ള ചെറുവെള്ളച്ചാട്ടങ്ങളുമാണ് മല്ലൻകുഴിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കുട്ടികളും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാം. എന്നാൽ മല്ലൻകുഴി അത്രമാത്രം പ്രസിദ്ധമല്ലാത്തതിനാൽ പ്രദേശവാസികളാണ് കൂടുതലും ഇവിടെ എത്താറുള്ളത്. മല്ലൻകുഴിയുടെ മനോഹാരിത കൂടുതൽ പേരിലേക്ക് എത്തിക്കുക, പ്രകൃതിയിൽ നിന്ന് അകന്നുപോകുന്ന മനുഷ്യ സമൂഹത്തെ പ്രകൃതിയിലേക്ക് അടുപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഇടം സാംസ്കാരിക വേദി മഴയാത്ര സംഘടിപ്പിച്ചത്. കുടുംബസമേതമാണ് ഇടം അംഗങ്ങൾ മഴയാത്രയിൽ പങ്കാളികളായത്. 2 കിലോമീറ്ററോളം ദൂരം നടന്നാണ് മല്ലൻകുഴിയിലെത്തിയത്. മഴയാത്ര പുതുമയും ഹൃദ്യവുമായ അനുഭവങ്ങളാണ് സമ്മാനിച്ചതെന്ന് വിനോദസംഘത്തിലെ വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. ഞങ്ങളുടെ അടുത്ത പ്രദേശത്തുള്ള ഒരു സ്ഥലമാണ് മല്ലൻകുഴി. എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വന്നു നോക്കണം. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ സേഫായിട്ട് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് മല്ലൻകുഴി. ഇവിടെ നന്നായി പല പല സോൺ ഉണ്ട്. അവിടെ എല്ലാവർക്കും ഒരുപോലെ സേഫായിട്ട് നമുക്ക് സന്തോഷിക്കാൻ എല്ലാവർക്കും പറ്റും. ഇടം സാംസ്കാരിക വേദി പ്രസിഡന്റ് പ്രീതി രാജേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൌക്കത്ത് കടങ്ങോട്, EK മിനി, അബ്ബാസ് വെള്ളർക്കാട്, ഫരീദ് അലി, KR രാധിക, NS സത്യൻ എന്നിവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഗുരുവായൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം ജയരാജ് വാര്യർ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ AM ഷഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, A സായിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കർക്കിടക 30 വെള്ളി ആചരിച്ചു. ആചാര്യ ചിറ്റാട വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ ട്രഷറർ ശ്രീധരൻ മാമ്പുഴ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനിൽ കല്ലാറ്റ്, ബാലൻ വാർനാട്ട്, നിർമ്മല നായകത്ത്, T ദാക്ഷായണി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6785 രൂപ, പവന് 54,280 രൂപ, വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3711 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. പുല്ലഴി ചെറിയ പാലത്തിൽ വീണ്ടും കുളവാഴയും ചണ്ടിയും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടു. മാന്നാമംഗലത്ത് മരം വീണ 2 വീടുകൾ ഭാഗികമായി തകർന്നു. മറ്റത്തൂർ താഴൂപ്പാടത്ത് കാട്ടാനയിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. പാലപ്പള്ളി നടാമ്പാടത്ത് ഒറ്റയാൻ വനാതിർത്തിയിലെ സുരക്ഷാ ഭിത്തി തകർത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങി. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് ആലത്തൂർ സ്വദേശി നൌഫലാണ് മരിച്ചത്. കുന്നംകുളം പാറയമ്പാടത്ത് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ABVP പ്രവർത്തകർ മന്ത്രി R ബിന്ദുവിന്റെ ഇരിഞ്ഞാലക്കുടയിൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പുതുക്കാട് ചായക്കടയിൽ നിന്ന് കഞ്ചാവ് മിഠായി ഉൾപ്പെടെയുള്ള നിരോധിത ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ പിടിയിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.